അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. നാം ചെയ്തുപോയ ചെറുതും വലുതുമായ സർവ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരുമാറാവട്ടെ. ഉഖ്റവിയായ ആലിമുകളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇന്ന് റമളാൻ 1 ഗൾഫ് രാജ്യത്തിലുള്ള ആളുകൾക്കും ഇന്ന് 1 തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടോ? ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് നിന്ന് 1 2 എവിടെങ്കിലും? ഇല്ലല്ലോ, എല്ലാ സ്ഥലത്തും 1 തന്നെയല്ലേ? മാഷാ അല്ലാഹ്. ഇന്ന് റമളാൻ 1. എല്ലാവർക്കും ഒരേ രൂപത്തിൽ തന്നെ റമളാൻ വന്നതുകൊണ്ട് ഇതേപോലെ റമളാൻ നമുക്കും 2 കൂട്ടർക്കും ഒരേ രൂപത്തിൽ കിട്ടുകയും ചെയ്താൽ നാട്ടിലും വീട്ടിലും അങ്ങ് വിദേശത്തും ഒക്കെ എല്ലാവർക്കും ഒരേ രൂപത്തിലായി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സുഖമുള്ള വിഷയമാണ്. ഏതോ ആവട്ടെ, അല്ലാഹു തആല ഖൈർ ഏതാണോ അത് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമളാൻ എന്നതാണ് നമ്മൾ ഈ മാസത്തിന് പറയുന്ന പേര്. എന്താ ഈ റമളാൻ എന്ന വാക്ക്? അതിന്റെ അർത്ഥം എന്താ? റമളാൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥം മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന, ഒരുപാട് അടിസ്ഥാന വ്യത്യാസമുണ്ട് അതിൽ. ഈ വാക്കിന്റെ അടിസ്ഥാനം നോക്കിയാൽ ഒരുപാട് വ്യത്യാസം കാണാം. റാസി ഇമാം അതേക്കുറിച്ച് റാസിയിൽ രേഖപ്പെടുത്തിയിട്ട് കാണാം. ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നതായിട്ട് റമളാൻ അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണെന്ന്. റമളാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് റമളാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് റമളാൻ വന്നു അല്ലെങ്കിൽ റമളാൻ പോയി എന്ന് പറയാൻ പാടില്ല. റമളാൻ വന്നു റമളാൻ പോയി എന്ന് പറയാൻ പാടില്ല, കാരണം അല്ലാഹുവിന്റെ പേരാണ്. അതേ സമയത്ത് റമളാൻ മാസം വന്നു എന്നും റമളാൻ മാസം വന്നു പോയി എന്നും അങ്ങനെ പറയാം. അല്ലാതെ റമളാൻ വന്നു റമളാൻ പോയി എന്ന് പറയരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാനുള്ള കാരണം അതാണ് എന്ന് ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല പറയുന്നതായിട്ട് റാസി ഇമാം രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. മറ്റൊരു അഭിപ്രായമുള്ളത് റമളാൻ ഒരു മാസത്തിന്റെ പേര് തന്നെയാണ്. അപ്പൊ റമളാൻ എന്നത് ഒരു മാസത്തിന്റെ പേരാണ്. അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ വരുന്നില്ല, അല്ലാഹുവിന്റെ പേരല്ല, ഒരു മാസത്തിനുള്ള ഒരു പേരാണ് എന്നാണ്. ഇനി റമളാൻ എന്ന വാക്ക് അത് ഉത്ഭവിച്ചതിനെ കുറിച്ചും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അതിൽപ്പെട്ട പ്രഗൽഭമായ ഒരു അഭിപ്രായമാണ് റമളാ എന്ന വാക്കിൽ നിന്നാണത്രേ ഈ റമളാൻ പിടിച്ചിട്ടുള്ളത്. റമളാ എന്ന് പറഞ്ഞാൽ എന്താ? കാലവർഷം എത്തും മുമ്പുള്ള പുതുമഴ എന്നാ. റമളാ എന്ന് പറഞ്ഞാൽ പുതുമഴ, കാലവർഷം എത്തുന്നതിന് മുമ്പുള്ള പുതുമഴയാണ്. അപ്പൊ ആ റമളാ എന്ന വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാണ് റമളാൻ എന്നും ചില മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ട് കാണാം. പുതുമഴ പെയ്താൽ എന്താ ഉണ്ടാവുക? തോടുകളും വഴികളൊക്കെ ഒന്ന് വെള്ളം വലിച്ചൊന്ന് വൃത്തിയായി വരും, അല്ലെ? വേനൽക്കാലത്ത് ഒരുപാട് ചുട്ടുപൊഴുത്ത മണ്ണിലൊക്കെ ഒരുപാട് കാഷ്ടങ്ങളും മൂത്രങ്ങളും പലതും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഒരു പെയ്യുന്നതാണ് പുതുമഴ. അപ്പൊ അതേ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിലുള്ള എല്ലാ അഴുക്കുകളും ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു തആല നൽകിയൊരു മാസമാണ്. അതുകൊണ്ടാണ് റമളാ എന്ന വാക്കിൽ നിന്ന് റമളാൻ എന്ന മാസം വന്നത് എന്നാണ് ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് റമള് എന്ന പദത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് എന്നും ഒരഭിപ്രായമുണ്ട്. റമള് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റ് ചൂടായ കല്ല് എന്നാണ് അതിന്റെ അർത്ഥം. ചൂടുകല്ല്, സൂര്യപ്രകാശം ഏറ്റിട്ട് ചൂടായ കല്ല് ഞാൻ റമള് എന്ന് പറയാം. അപ്പൊ റമള് എന്ന വാക്കിൽ നിന്ന് പിടിച്ചെടുത്താൽ എന്താ അതിന്റെ പ്രശ്നം? വിശപ്പിന്റെ ചൂടേറ്റ് മനുഷ്യൻ ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരു മാസമാണ് റമളാൻ. ഇങ്ങനെ അർത്ഥം വരും. പിന്നെ ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസം എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ മാസത്തിന്റെ പ്രത്യേകത.
അത് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലും യോജിച്ചു വരുന്ന രണ്ട് വാക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നല്ല ചൂടുള്ള സമയമാണ് ഏത് ഗൾഫ് നാടുകളിലേക്കുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ റമദ് എന്ന വാക്കിൽ നിന്ന് തന്നെ ഗൾഫ് രാജ്യത്ത് നല്ല ചൂടാണ്. നേരത്തെ നമ്മുടെ കരീം ഉസ്താദ് തന്നെ ദുആയിൽ പറഞ്ഞു, ഇവിടെ നല്ല ചൂടാണ്, ചൂടിന്റെ ശക്തി കുറഞ്ഞിട്ടാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്തിരുന്നു. നമ്മളൊക്കെ ആമീൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അതേ സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതാണ്, പുതുമഴ പെയ്തിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിലുള്ള അർത്ഥം വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഇവിടെ നല്ല മഴയുടെ സമയമാണ്. അതേ സമയത്ത് ഇപ്പൊ 2-3 ദിവസമായി മഴയ്ക്ക് അല്പം ഒരു ശമനം കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസം നമുക്ക് നല്ല രൂപത്തിൽ സാക്ഷി നിൽക്കുന്ന മാസമാക്കി അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. റമദാൻ മാസം മുഴുവനായി യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് നമ്മളെപ്പോഴും ദുആ ചെയ്യുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂന. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹു തആല നോമ്പിനെ ഫർളാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മേലിതാ നോമ്പിനെ ഫർളാക്കിയിട്ടുണ്ട്. ഏതുപോലെയാണ് മുൻകാലക്കാരായ ആളുകൾക്ക് നോമ്പിനെ ഫർളാക്കിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു തആല നോമ്പിനെ ഫർളാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ മുൻകാലക്കാരായിരിക്കുന്ന ആളുകൾക്ക് നോമ്പുണ്ടായിരുന്നു. അതിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ചില ആളുകൾ പറഞ്ഞു നമ്മുടെ രൂപത്തിൽ റമദാൻ മാസത്തിലുള്ള നോമ്പ് അന്നത്തെ കാലത്തില്ല, പക്ഷെ അവർക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നോമ്പ് ഉള്ളതുപോലെ നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ നോമ്പിനെ ഫർളാക്കി എന്നാണ് അവർ അർത്ഥം വെക്കേണ്ടത് എന്ന് ചില മഹാന്മാർ അങ്ങനെ പറഞ്ഞു. അതേസമയത്ത് ചില ആളുകൾ പറഞ്ഞു അതങ്ങനെയല്ല, അവർക്കും റമദാൻ മാസത്തിൽ നോമ്പുണ്ടായിരുന്നു, നമ്മൾക്ക് ഈ ഉള്ള രൂപത്തിലല്ല, അല്പ വ്യത്യാസങ്ങളൊക്കെ കൂടി അവർക്കും റമദാൻ മാസത്തിൽ തന്നെയായിരുന്നു നോമ്പ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും അതിലുമുണ്ട്. എന്തായിരുന്നാലും മുൻകാലക്കാരായ ആളുകൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു, നമ്മളും നോമ്പ് നിൽക്കുക എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ചില മഹാന്മാർ പറഞ്ഞു. അവരൊക്കെ നോമ്പ് നോറ്റതാണ്, പിന്നെ നിങ്ങൾക്ക് എന്താണ് നോമ്പ് നിൽക്കാൻ ഇത്ര ക്ഷീണം? നിങ്ങൾക്ക് നോമ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? അതുണ്ടാവാൻ പാടില്ലല്ലോ, മുൻകാലക്കാരായ ആളുകളൊക്കെ നോമ്പ് നോറ്റവരല്ലേ എന്ന് നമുക്ക് മനസ്സിനൊരു ശാന്തി ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് മാത്രമല്ല മുമ്പുള്ളവരൊക്കെ ചെയ്തു പോകുന്നതാണ്, അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നും ചില മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. ഏതായിരുന്നാലും എന്തുകൊണ്ടാണ് ഈ നോമ്പ് ഇങ്ങനെ നിർബന്ധമാക്കാനുള്ള യുക്തി? എന്താണ് ഈ നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ ഉള്ളത്? ഇതിലൊരുപാട് ശാസ്ത്രീയമായ വശങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ രോഗം ശമിച്ചുകൊണ്ട് നല്ല ആരോഗ്യം ലഭിക്കാൻ ഏറ്റവും നല്ലതാണ് നോമ്പ് എന്ന് ആരോഗ്യശാസ്ത്രം പറഞ്ഞതാണ്, തെളിയിച്ച വിഷയങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. അതേ സമയത്ത് മതപരമായി നോമ്പ് ഇങ്ങനെ നമുക്ക് തന്നതിന്റെ യുക്തി എന്താണ്, അതിലെ യുക്തി എന്താണ് എന്നതിൽ ഒരുപാട് അഭിപ്രായം കാണാം. അതിൽ മഹാന്മാരെ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ എന്നല്ലേ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആവാൻ വേണ്ടിയാണ്, നിങ്ങൾ തഖ്വയുള്ള ആളാവാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ നല്ല ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളാവാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റമദാൻ നോമ്പിനെ നിങ്ങൾക്ക് ഫർളാക്കിയത് എന്നല്ലേ പരിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പൊ അത് തന്നെയാണ് അതിലെ യുക്തി എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു തആല എന്നൊക്കെ പറയുന്നുണ്ട്, നോമ്പ് ശറഅക്കപ്പെട്ടതിൽ ധാരാളം ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഈ നോമ്പ് ശറഅക്കപ്പെട്ടതിലൂടെ ഉണ്ട് എന്നാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് 2 കാര്യങ്ങളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ 2. ആ 2ൽ നിന്ന് തന്നെ 1 ഉണ്ടായതുകൊണ്ടാണ് 2 ഉണ്ടാവുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. അങ്ങനെ ഈ 2 ഏറ്റവും നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോമ്പ് ഫർളാക്കിയതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു തആല അൻഹു ഈ മിർഖാത്തിന്റെ 2ാം വാള്യം 491-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. അത് എന്താണ്? 1ാമത്തെ വിഷയം, ചീത്തകൾ കൊണ്ട് കൽപ്പിക്കുന്ന ശരീരത്തിന് ശാന്തത ലഭിക്കുന്നു എന്നാണ്. നമ്മുടെ ശരീരം മൊത്തം ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. ഈ ചീത്തയായിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിന് അല്പം ഒരു ശാന്തത ലഭിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്.
അത് നമുക്ക് നോക്കിയാൽ കാണാം. തീരെ പള്ളിയിലേക്ക് വരാത്ത മനുഷ്യന്മാർ വരെ റമദാൻ മാസമാകുമ്പോഴേക്ക് പള്ളിയോട് അടുത്തു വരുന്നു. തീരെ തലമറച്ച് ശീലിക്കാത്തൊരു മനുഷ്യൻ തലയിൽ ഒരു തലപ്പാവ് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തൊപ്പി ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് അടുക്കുന്നു. ഏതൊരുത്തൻ റമദാൻ എന്ന് പറയുമ്പോൾ അതുവരെ കൂത്താടി നടന്ന ആളാണെങ്കിൽ തന്നെ റമദാൻ എന്ന മാസത്തെക്കുറിച്ച് എന്തോ ഒരു പ്രത്യേകമായൊരു ഭയപ്പാട്, ഒരു തഖ്വ അവന്റെ മനസ്സിലേക്ക് വരികയാണ്. നമുക്ക് തന്നെ നോക്കിയാൽ കാണാമത്. എല്ലാ യുവാക്കളും ഇന്ന് പള്ളിയിൽ കാണാം. അതുവരെ പള്ളി എന്തെന്നറിയാത്ത ആളുകളാണ്. തീരെ ജുമഅക്ക് പോവാത്ത ആളുകൾ, ജുമഅക്ക് വരെ പങ്കെടുക്കാത്ത ആളുകളും റമദാൻ മാസമായ സുബഹിക്ക് വരെ പള്ളിയിൽ കാണാം. ഇനി തീരെ നോമ്പ് നോൽക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ കൂടി അയാൾ ഒരിക്കലും പരസ്യമായി ഹോട്ടലിലോ മറ്റു വസ്തുക്കളിലോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ചെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാറില്ല. അമുസ്ലിങ്ങൾ വരെ പലപ്പോഴും നോമ്പിനെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. വലിയൊരു വിഷയമാണ് നോമ്പിനെ കുറിച്ച്. അതാണ് മനുഷ്യന്റെ ശരീരം അത് നല്ല രൂപത്തിൽ തഖ്വയുള്ളതായി മാറിക്കിട്ടുന്നു, ചീത്ത കാര്യങ്ങളെ തൊട്ട് തടയപ്പെടുന്നു, ശാന്തത ലഭിക്കുന്നു. ഇതാണ് മുല്ല അലി അൽ ഖാരി റളിയല്ലാഹു തആല അൻഹു നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മഹാനവറുകൾ പറഞ്ഞു, നമ്മൾ നോമ്പ് നോറ്റാൽ കണ്ണ്, നാവ്, ചെവി, അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനം ഇതുമായി ഇതുപോലത്തെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിന്റെ ആശ അതിങ്ങ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ടാത്തതൊന്നും തോന്നുകയില്ല, മനസ്സിൽ നല്ല ശാന്തത ലഭിക്കുന്നു. ഒന്നാമത് കണ്ണിനെ നമ്മൾ സൂക്ഷിക്കുന്നു. റമദാൻ മാസമായാൽ നമ്മൾ ഹറാമിയത്തിൽ തൊട്ട് ഒഴിവാകുന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഏത് വീട്ടിലും TV ഉപയോഗിച്ച് ടെലിവിഷൻ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ നോമ്പാകുന്നത് കൂടെ അല്പമെങ്കിലും ഈമാൻ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഈമാനുള്ള ആളെന്ത് ചെയ്യും? റമദാൻ മാസമാകുമ്പോഴേക്ക് കേബിളുകളൊക്കെ കട്ട് ചെയ്യുന്നു, TV ഉപയോഗിക്കുന്നില്ല, മൂടിയിടുന്നു. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പല വീട്ടിലും നമ്മൾ ചെന്ന് നോക്കിയാൽ റമദാൻ മാസമാണോ അതിന്റെ കേബിൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. റമദാനിൽ ഞങ്ങൾക്ക് വേണ്ട, അതുവരെ ഞങ്ങൾ കാണാം. പക്ഷെ റമദാൻ മാസത്തിൽ ഞങ്ങൾക്ക് TV വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്പമെങ്കിലും ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെ എന്ത് ചെയ്യും? TV ഓഫാക്കി വെക്കുന്നു, തൊടുന്നില്ല. അത് കണ്ണിനെ സംരക്ഷിക്കുകയാണ്. അതുപോലെ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളെയും പെൺകുട്ടികൾ ആൺകുട്ടികളെ നോക്കി രസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ റമദാൻ മാസമാകുമ്പോൾ നമുക്കത് കാണാൻ പ്രയാസമാണ്, കണ്ടെത്താൻ കഴിയില്ല. ഏത് ഉൾനാട്ടിലൂടെയാണെങ്കിൽ ടൗണിലൂടെ പോയാലും റമദാൻ മാസം ഒരു പ്രത്യേകമായൊരു ചിട്ട ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണത്. രണ്ടാമത് മഹാനവറുകൾ പറഞ്ഞ വിഷയം എന്താണ്? നാവിനെ സൂക്ഷിക്കുന്നു. അതുവരെ ദേഷ്യം പിടിച്ചൊരു മനുഷ്യൻ റമദാൻ മാസമാകുമ്പോൾ ദേഷ്യത്തിനൊരു ഒതുക്കം വരുന്നു, ഒരു ക്ഷമയുണ്ടാകുന്നു. സൂലാതങ്ങൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ മറ്റൊരുത്തൻ നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ പോലും നിങ്ങൾ പറയേണ്ടത് ഞാൻ നോമ്പ് നോറ്റ ആളാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം എന്നാ. ഇത് അവനോട് പറയണം എന്നല്ല, ഇത് വരുന്ന ആളോട് എടാ ഞാൻ നോമ്പ് നോറ്റിട്ട് എന്നെ തല്ലല്ലേ എന്ന് അവനോടല്ല പറയേണ്ടത്. പിന്നെ ആരോടാ? സ്വന്തം ശരീരത്തോട് നമ്മൾ പറയണം, ഞാൻ എന്താണ് നോമ്പ് നോറ്റിട്ടുണ്ട്. ഇന്നി അസൂമു, ഞാനിതാ നോമ്പ് നോറ്റിട്ടുണ്ട്, ഞാൻ നോമ്പുകാരനാ. അന സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് മനസ്സിൽ ഞാൻ പറയണം. എന്നപ്പോ എങ്ങനെയാ? ഞാൻ നോമ്പ് നോറ്റ ഒരാളാണ്, എന്റെ നാവിനെ നാം സൂക്ഷിക്കണം, എനിക്ക് ക്ഷമ ഉണ്ടാവണം എന്ന് സ്വന്തം മനസ്സിൽ അവൻ പറയണം. അങ്ങനെ സ്വന്തം മനസ്സിൽ അവൻ പറയുമ്പോഴാണ് അവൻ തെറ്റിലേക്ക് പോവാതിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടാകുന്ന സമയപ്പോഴാണ് നമ്മൾ നോമ്പ് നോറ്റ സമയത്താണ്. വല്ലാതെ വിശന്ന് വയറെല്ലാം വിശന്ന് ഇങ്ങനെ പൊരിയുന്ന സമയത്ത് നമ്മളോട് എന്തെങ്കിലും വേണ്ടാതിരം പറയാൻ വന്നാൽ പെട്ടെന്ന് നമ്മൾ ഹീറ്റായി പോകുന്നു, പെട്ടെന്ന് നമുക്ക് ചൂട് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസത്തിൽ ഇന്നി സായിമുൻ അല്ലെങ്കിൽ അന സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് മനസ്സിലിങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല, എന്റെ നോമ്പ് വേറെ ഭാഗത്തേക്ക് പോകും എന്നിവൻ ചിന്തിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് മുല്ല അലി അൽ ഖാരി റളിയല്ലാഹു തആലയെ പോലത്തെ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. നോമ്പ് വന്നതോടുകൂടി നമ്മുടെ കണ്ണിന് സംരക്ഷണം ലഭിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ നാവിന് നല്ലൊരു സംരക്ഷണം ലഭിക്കുന്നു, പിന്നെ ചെവിക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അനാവശ്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. റമദാൻ മാസമായാൽ ളുഹർ നിസ്കാര ശേഷവും മഗ്‌രിബ് നിസ്കാര ശേഷവും തറാവീഹ് നിസ്കാര ശേഷവും ഒക്കെ നമ്മൾ കേൾക്കുന്നതും വഅദുകളും അതുപോലെ പ്രസംഗങ്ങളും നല്ല നല്ല കാര്യങ്ങളുമാണ്. അതുവരെ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞിരുന്നെങ്കിൽ റമദാൻ മാസം സൊറ പറയാൻ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാറില്ല. അല്പമെങ്കിലും ഈമാനുള്ള മനുഷ്യൻ അവിടെ ഇരിക്കാറില്ല. പിന്നെ അതിന്റെ പരിപാടിയില്ല, നേരെ പള്ളിയിലേക്ക് പോകുന്നു. ഖുർആൻ ഉണ്ടെങ്കിൽ ഖുർആൻ എടുത്ത് ഓതുന്നു, ഓതാൻ അറിയുന്നവൻ.
അല്ലാത്തവൻ അവിടെ ഇരുന്ന് പ്രസംഗങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഓതുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവൻ അവന്റെ നാളേക്ക് വേണ്ടി സമ്പാദിക്കുന്നു. ഇതാണ് റമദാൻ മാസം വന്നാൽ ഉള്ളത്. അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനങ്ങൾ. വ്യഭിചാരിയായ ഒരു പെണ്ണ് വരെ റമദാൻ മാസത്തിൽ വളരെ കൂടുതൽ അടക്കത്തോടെ ജീവിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? റമദാൻ മാസം വരുമ്പോഴേക്ക് ജനങ്ങളുടെ കണ്ണുകളും ചെവികളും നാവുകളും ഹൃദയങ്ങളും ഗുഹ്യസ്ഥാനങ്ങളും ഒക്കെ ഒരു ശാന്തത, നല്ലൊരു ശാന്തത അതുകൊണ്ടുണ്ടാകുന്നു എന്നാണ് മഹാനവറുകൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റമദാൻ മാസമാകുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ വേറെയും കാണാം. ഒരുപാട് പ്രത്യേകത ഇതിനെക്കുറിച്ച് കാണാം. നോമ്പിന്റെ പ്രത്യേകത നോക്കിയാൽ അതിനും ഒരുപാട് പ്രത്യേകത കാണാം. കാരണം അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ, അസ്സൗമിലി അന അജ്സിബിക്കും ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. അപ്പൊ എനിക്കുള്ള നോമ്പ്, നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടില്ല. നിസ്കാരം എനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം നൽകുന്ന റസൂൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹു തആലക്കല്ലേ നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നിൽക്കുന്നു ഒക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിസ്കാരം വേണമെങ്കിൽ മനുഷ്യന്മാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ അടുത്തൊരു വീട്ടിൽ ഒരാളുടെ, അല്ലെങ്കിൽ എന്റെ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ കാണാൻ വേണ്ടി എനിക്ക് നിസ്കരിക്കാം. നല്ലൊരു നിസ്കാരം, അതുവരെ ഇല്ലാത്തൊരു ഭക്തിയോടുകൂടി ഞാൻ നിസ്കരിക്കും. എന്തുകൊണ്ട്? എന്റെ നിസ്കാരം അവൻ കാണുമ്പോൾ അവൻ എന്നെക്കുറിച്ച് നല്ലത് മനസ്സിലാക്കണം, ഇവൻ ആള് തെറ്റില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും? കുറച്ച് നന്നായിട്ടായിട്ട് നിസ്കരിക്കും. നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ഒക്കെ വളരെ ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്നത് കാണാം. അതേ സമയത്ത് റമദാൻ മാസമായാൽ നോമ്പ് നോറ്റൊന്നും ഒരാളെ അറിയിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യലുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തുപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നു. മദ്രസയിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ തുപ്പും. ഈ തുപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നണം ഇവൻ നോമ്പ് നോറ്റിട്ടുണ്ട്. അതറിയാത്തതുകൊണ്ട് ഇങ്ങനെ തുപ്പുന്ന ഒരു പരിപാടി ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ചെറുപ്പത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ തുപ്പുന്ന എന്തിനു വേണ്ടി? അത് കാണുന്നവന് തോന്നണം ഇവൻ നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്ത് അറിയിക്കാന്നല്ലാതെ വേറെ ഒരു രൂപത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നോമ്പ് നോറ്റ ഒരാളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. നോമ്പിന് ഏറ്റവും കൂടുതൽ ക്ഷീണം ആരോഗ്യശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചാണ് ഒരു നോമ്പ് നോറ്റ ആൾക്ക് 3 ദിവസമേ ക്ഷീണം ഉണ്ടാവുള്ളൂ എന്നാണ്. ഒന്നാമത്തെ ദിവസം നല്ല ക്ഷീണം, രണ്ടാമത്തും ഉണ്ടാവും, 3-ാം ദിവസം ക്ഷീണം, 4-ാം ദിവസം ക്ഷീണം ഉണ്ടാവുകയില്ല. 3 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ അവന്റെ ശരീരത്തിലൂടെ രക്തയോട്ടം വർദ്ധിക്കും. നല്ല രൂപത്തിൽ രക്തയോട്ടം വർദ്ധിക്കുന്നതോടുകൂടി അവന് ക്ഷീണം കുറഞ്ഞു കിട്ടുന്നു. പക്ഷെ നമ്മുടെ ഉമ്മമാർ കാണാം, നമ്മുടെ മക്കൾക്ക് നോമ്പ് നോറ്റ് പഠിപ്പിക്കൽ നമ്മുടെ കടമയാണ്. 7 വയസ്സായ കുട്ടിയോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയും 7 വയസ്സ് മുതൽ നിരന്തരമായി 3 വർഷം നോമ്പ് കൊണ്ട് കൽപ്പിച്ചു, 10 വയസ്സ് മുതൽ നോമ്പ് നോൽപ്പിക്കണം അവനെ, അല്ലെങ്കിൽ അവനെ അടിക്കണം നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ. 3 വർഷം തുടർച്ചയായി ഒരു കുട്ടിയോട് നമ്മൾ ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ പിന്നെ അവൻ അടിക്കേണ്ട ആവശ്യമില്ല. അടിക്കേണ്ടി വരുമെന്ന് തോന്നിയാൽ മനസ്സിലാക്കുവാൻ മന്ദബുദ്ധിയാണ്, ബുദ്ധിയുള്ളവൻ അത് ചെയ്യൂല. 3 ദിവസം എന്ന് പറയുമ്പോൾ 1200-1200ഓളം ദിവസങ്ങളാണ് നമ്മളൊരു കുട്ടിനോട് നോമ്പ് നോൽക്കണമെന്ന്, നിസ്കാരിക്കണമെന്നൊക്കെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം തുടർച്ചയായിട്ട് കൽപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കുട്ടി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് ബുദ്ധി കുറഞ്ഞ ആളാണെന്ന് മനസ്സിലാക്കണം നാം. കാരണം നമ്മൾ ചെയ്യുന്നതോ ഒരു ദിവസം നിസ്കരിക്കാൻ പറയും, പിന്നെ ഏതെങ്കിലും ഒരു മാസം 2 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി പറയും, അങ്ങനെ എല്ലാം എനിക്ക് ഞാൻ കാണിച്ചു തരടാ, എനിക്ക് 7 വയസ്സായില്ലേ, 10 വയസ്സായിട്ട് എന്നെ ഞാൻ ശരിയാക്കി തരാന്ന് പറയും. പിന്നെ അവൻ പറയുന്നത് 10 വയസ്സായിട്ട് നിസ്കരിക്കടാന്ന് പറയും. കുട്ടിക്ക് എത്ര ദിവസം ഉപദേശം കിട്ടുന്നുണ്ട്? ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉപദേശം കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ഉപദേശം കിട്ടിയ കുട്ടി നന്നായിക്കൊള്ളണമെന്നില്ല. അത് മന്ദബുദ്ധിയായിട്ടല്ല, ഈ ഉപദേശിക്കുന്ന ആൾ ഇവന്റെ ഉമ്മയും ഉപ്പയും മന്ദബുദ്ധിയായതുകൊണ്ടാണ്. ഉപദേശിക്കേണ്ടത് എങ്ങനെ? ഇസ്ലാം കൽപ്പിച്ച 3 വർഷം ഉപദേശിക്കണം എന്ന് പറഞ്ഞത് തുടർച്ചയായി നിരന്തരമായി 1200ഓളം ദിവസമാണ് ഉപദേശിക്കേണ്ടത്. ഏതൊരു മനുഷ്യനും അല്പം ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ 500-520 ദിവസം മതി. 520 ദിവസം ഒരു മനുഷ്യൻ ഒരേ വിഷയം ഉപദേശിച്ചാൽ അവൻ ചെയ്യുമെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയത്. പക്ഷേ ഇസ്ലാം കൽപ്പിച്ചു 3 വർഷം നിങ്ങൾ ചെയ്തു, 520 അല്ല, അതിന്റെ ഇരട്ടി ചെയ്തോ, എന്നാൽ കുട്ടി നന്നായി കിട്ടും. അപ്പൊ എല്ലാ വർഷവും നമ്മൾ നോമ്പ് നിൽക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ 3 വർഷവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം നോമ്പ് നിൽക്കാൻ വേണ്ടി. മൊത്തം 90 പ്രാവശ്യം 90 നോമ്പിനെ അവനെ കൽപ്പിക്കണം. ഈ 90 നോമ്പ് അവനെ കൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നോമ്പ് നോൽക്കുന്ന ആളായിരിക്കും. അപ്പൊ 7 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുകയും 10 വയസ്സായ നോമ്പ് നോറ്റില്ലെങ്കിൽ അടിക്കുകയും വേണമെന്ന് പറഞ്ഞ് ഈ കുട്ടിനെ
നമ്മൾ ചെയ്യുന്നൊരു വിഡ്ഢിത്തരമുണ്ട്. ഒരു ദിവസം നോമ്പ് നോൽപ്പിക്കും, ഞാനിങ്ങനെ നോമ്പ് നോൽക്കുമെന്ന് പറയും, നോമ്പ് നോൽക്കും. അന്നെല്ലാം കൂടി കുട്ടി ഒരു വിധം എത്തിക്കല. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് ഈ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചീരോക്കഞ്ഞി എന്ന് പറഞ്ഞ കഞ്ഞിയുണ്ട്, ഇപ്പൊ അതും കാണാനില്ല. ജീരകമിട്ടൊരു കഞ്ഞി, നമ്മുടെ നാട്ടിലൊക്കെ ചീരോക്കഞ്ഞി എന്ന് പറയാറുണ്ടായിരുന്നു. ഈ ചീരോക്കഞ്ഞി ഇന്ന് കാണാനില്ല. അതുണ്ടോന്ന് എനിക്കറിയില്ല, ചില നാട്ടിലുണ്ടാവാം. നമ്മൾ കൂരിയാടൊക്കെ ഉണ്ട് കേട്ടോ, ചീരക്കഞ്ഞും ഇറച്ചിക്കഞ്ഞും ഒക്കെ കൂരിയാട്ടുണ്ട്. അതില്ലാത്ത ജീരകക്കഞ്ഞി, അതാ ചീരക്കഞ്ഞി എന്ന് പറയുന്നത്. ആ ജീരകക്കഞ്ഞി കാണാനില്ലാത്ത അവസ്ഥ ഒന്നും വന്നു. പക്ഷെ പഴയ കാലത്തൊക്കെ ജീരകക്കഞ്ഞിന്റെ വാസന കേൾക്കുമ്പോഴൊക്കെ നോമ്പ് ആ സമയത്ത് തുറക്കാൻ തോന്നിയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോഴ വല്ലാത്തൊരു ക്ഷീണം വരും ഈ ഭക്ഷണത്തിന്റെ വാസന കേൾക്കുമ്പോൾ. അപ്പൊ ഏതാവട്ടെ, ആ കുട്ടി ഒരു വിധം നോമ്പ് അന്ന് എത്തിച്ചു. ഒരു വിധം മഗ്‌രിബ് വാങ്ക് കൊടുക്കായിട്ട് മുക്കുന്ന കുറെ ദേഷ്യമൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. ഒരു മിനിറ്റ് വൈകുമ്പോഴേക്ക് 1 മിനിറ്റ് കൊണ്ട് വാങ്ക് കൊടുത്തില്ലെങ്കിൽ അതുവരെ ക്ഷമിച്ചതിനെ മുഴുവൻ ദേഷ്യവും മുക്കിരി കൊടുക്കും. നമ്മൾ നോമ്പ് മുക്കിരിക്ക് കൊടുക്കും, പള്ളിയിലെ മുക്കിരിക്ക്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നോമ്പ് തുറക്കാൻ പോയപ്പോൾ 1-2 പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുത്തു. നമ്മളെ നാട്ടിലെ പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുക്കാതിരുന്നപ്പോൾ ഭയങ്കര, ഇയാളെന്ത് അയാൾ ഉറങ്ങുകയാണോ, ഈ രൂപത്തിൽ മുക്കുന്ന വല്ലാതെ ദേഷ്യം പിടിക്കുന്ന, ഇതുവരെ നോമ്പ് മുഴുവൻ ആ മുക്കിരിക്ക് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, നോമ്പുകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഇനി വാങ്ക് ഒരു പള്ളിയിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കണ്ടെന്നാണോ? അങ്ങനല്ല. സമയമായോ, അത് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുത്തോന്ന് നോക്കേണ്ട ആവശ്യമില്ല. സമയം റെഡിയാണോ, കറക്റ്റ് ആണെന്ന് പൂർണ്ണമായി നമുക്ക് ഉറപ്പുണ്ടോ, എങ്കിൽ നമുക്ക് നോമ്പ് തുറക്കാം. വാങ്ക് കേട്ടോ കേട്ടില്ലേ എന്ന് നോമ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. സ്വന്തം അടുത്ത പള്ളിയിൽ വാങ്ക് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ പള്ളിയിലും വാങ്ക് കൊടുത്തു, എന്നിട്ട് ഇവൻ ഇങ്ങനെ വെച്ച് കുത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യങ്ങളില്ല. കാരണം എന്താ, സമയമാവലാണ് ഇവിടെ നിർബന്ധമുള്ളത്. സമയമായിട്ടുണ്ടോ നമുക്ക് നോമ്പ് തുറക്കാം. അപ്പൊ അത് നമ്മൾ പ്രത്യേകം അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഏതോ ആവട്ടെ, ആ കുട്ടിനെ കൊണ്ട് അന്ന് നോമ്പ് ഒരു വിധം നമ്മൾ നോമ്പ് തുറപ്പിച്ചു. പക്ഷെ പിറ്റേന്ന് കുട്ടിനോട് പറഞ്ഞ, മോനെ നാളെ ഇനി നോമ്പ് നോൽക്കണ്ട കേട്ടോ, നീ കുഴങ്ങിപ്പോവും, നിനക്ക് എന്ത് ചെയ്യാം, മറ്റന്നാൾ നോമ്പ് നിൽക്കാം. കുട്ടി തോന്നും അത് ശരിയാ, ഇന്നലെ വല്ലാതെ കുഴങ്ങി, ഇപ്പൊ നാളെ നോമ്പ് വേണ്ട. മറ്റന്നാൾ നമ്മൾ നോമ്പ് നോൽക്കുന്നു. കുട്ടി 1ാമത്തെ നോമ്പ് നോറ്റ അതേ അവസ്ഥയിൽ തന്നെയാണ് 3-ാം ദിവസവും നോമ്പ് നോൽക്കുന്നത്. 4-ാം ദിവസം കുട്ടി നോമ്പ് നോൽക്കുന്നില്ല, 5-ാം ദിവസം വീണ്ടും നോൽപ്പിക്കുന്നു. ഇങ്ങനെ ഒന്നിടെ വിട്ടുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നോമ്പ് നോൽപ്പിച്ചാൽ കുട്ടി കൂടുതൽ ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് തുടർച്ചയായിട്ടാണ് കുട്ടി നോമ്പ് നോൽക്കുന്നെങ്കിലോ 3 ദിവസമേ കുട്ടിക്ക് ക്ഷീണമുണ്ടാവുകയുള്ളൂ. പിന്നെ തുടർച്ചയായി കുട്ടി നോമ്പങ്ങ് നോറ്റോളും. അങ്ങനെയാണ് അതിന്റെ കണക്ക്. രക്തോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ആരോഗ്യം കിട്ടുന്ന. ഒരു ദിവസം നോമ്പ് നോറ്റാൽ 10 മണിക്കൂറോളം നമുക്ക് ജീവിക്കാനുള്ള നല്ല എനർജി മനസ്സിന് കിട്ടും, ശരീരത്തിന് കിട്ടും, ഒറ്റ നോമ്പ് കൊണ്ട്. അതിനൊക്കെ ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ ശാസ്ത്രീയമായിട്ട് പഠിച്ച ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം, വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നമ്മൾ നോമ്പ് നോൽപ്പിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നോമ്പിന്റെ കൂലി അത് അല്ലാഹു തആല ഡയറക്റ്റ് നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റ ആരാണ് നോമ്പ് നോൽക്കാത്തതെന്ന് തിരിച്ചറിയാൻ ഒരാൾക്കും കഴിയുകയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഏതെല്ലാം നോമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നമ്മൾ രാത്രി നിയ്യത്ത് വെച്ചു, നമ്മൾ നോമ്പ് അതിനിടയ്ക്ക് നമ്മളെ അറിയാതെ ഭക്ഷണം കഴിച്ചു പോയാൽ നമ്മൾ ഉത്തരവാദിയല്ല. അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാലോ നമ്മൾ നോമ്പ് മുറിഞ്ഞു പോകും. എന്ന് ഇവന് വിശന്നിട്ട് എന്ത് ചെയ്തു, അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് എന്നിട്ട് അവൻ പള്ളിയിലൊക്കെ വന്ന് നോമ്പുകാരനെ പോലെ ജീവിച്ചാൽ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയോ? മറ്റുള്ളവർക്ക് അത് അറിയുന്ന പ്രശ്നങ്ങളില്ല. അതേസമയത്ത് റഹ്മാനായ റബ്ബ് അത് തിരിച്ചറിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം അതാണ്. ലോകമാന്യം കടന്നുകൂടാതെ മറ്റൊരാളും അറിയാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ഇബാദത്ത് ഏത് ചോദിച്ചാൽ അത് നോമ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നോമ്പിന്റെ ഒരുപാട് പ്രത്യേകതകൾ കാണാം, ഒരുപാട് പ്രത്യേകത നോമ്പിനുണ്ട്. കാരണം നോമ്പുകാരൻ വെറുതെ ഉറങ്ങിയാൽ തന്നെ അത് ഇബാദത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയം. നോമ്പുകാരൻ ഒന്നും ചെയ്യേണ്ട, നോമ്പ് നോറ്റ ഒരാൾ ഉറങ്ങിയാൽ അത് അവന് ഇബാദത്തായി ഗണിക്കപ്പെടും, അവന്റെ സെക്കൻഡുകളൊക്കെ ഇബാദത്തായി കൂട്ടപ്പെടും. നോമ്പ് നോൽക്കാത്ത ഒരാൾ ഉറങ്ങുന്നത് പോലെയല്ല നോമ്പ് നോറ്റ ഒരാളുടെ ഉറക്ക്. അവന്റെ സെക്കൻഡുകൾക്ക് വിലപ്പെട്ടതാണ്, വിലയുണ്ട്. ഒന്നും ചെയ്യാതെ ഉറങ്ങിയാൽ തന്നെ ആ വില അവന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചില്ലേ, നോമ്പ് നോറ്റ ഒരാൾ മിണ്ടാതിരുന്നാൽ അത് തസ്ബീഹിന്റെ കൂലി കിട്ടും. നോമ്പ് നോറ്റ ഒരാൾ ഒന്നും മിണ്ടിയില്ല,
ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു. എന്നാൽ ആ നോമ്പ് നോറ്റ ഈ വ്യക്തിക്ക് തസ്ബീഹ് ചൊല്ലിയ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഒന്നും ചെല്ലാതിരുന്നാൽ തന്നെ. എന്നാൽ അതോടുകൂടി തസ്ബീഹ് ചെല്ലുകയും ചെയ്താലോ, അപ്പൊ ഇരട്ടികളായി. നമ്മൾ മനസ്സിലാക്കണം, നോമ്പ് നോൽക്കാതിരുന്നാൽ, നോമ്പ് നോറ്റ് മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹിന്റെ കൂലി കിട്ടുമ്പോ, നോമ്പ് നോറ്റ് അവിടെ തസ്ബീഹ് ചെല്ലുകയും ചെയ്താലോ ഇത്രങ്ങാനും കൂലിയാണ് നമുക്കുള്ളത്. ഒരുപാട് കൂലി കിട്ടുന്നൊരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. അതേപോലെ തന്നെ അവൻ എന്തെങ്കിലും ഒരു തസ്ബീഹ് ചെയ്താൽ തന്നെ ആ തസ്ബീഹിനൊക്കെ എത്രങ്ങാനും കൂലി അവന് കിട്ടുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു സുന്നത്തായ കാര്യം ഒരുത്തൻ ചെയ്താൽ അവൻ ഒരു ഫർള് ചെയ്ത കൂലി കിട്ടി. ഒരു ഫർള് ഒരാൾ ചെയ്താൽ 70 മുതൽ 70,000 വരെ പറഞ്ഞ ആളുകളുണ്ട്. ഇത്രയും ഫർള് ചെയ്ത കൂലി അവന് കിട്ടിയെന്ന. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കല്ല് കണ്ടതും തട്ടിയിട്ടു, ഒരു കല്ല് സൈഡിലേക്ക് മാറ്റിയിട്ടാൽ തന്നെ നമുക്ക് കിട്ടുന്ന കൂലി ഇരട്ടികളാണ്. ചില്ലറ കൂലിയല്ല നോമ്പുകാരനുള്ളത്. നോമ്പുകാരന്റെ ഓരോ സെക്കൻഡുകളും ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഒക്കെ കൂലി കിട്ടുന്നതാണ്. അപ്പൊ ഈ നോമ്പുകാരൻ അനാവശ്യമായി ഒന്നിലും ഏർപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് അവന്റെ കടമയാണ്. ഒന്നും മിണ്ടാതിരുന്നോ എന്നാൽ തന്നെ തസ്ബീഹ് ചൊല്ലിയ കൂലി കിട്ടും. ഒന്നും മിണ്ടാതിരുന്നാൽ മതി. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ ഷരീഫ്. നമ്മളൊക്കെ ദുആ ചെയ്യാൻ പറ്റിയ മാസമാണ്. എല്ലാവരും ദുആ ചെയ്യണം. ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. ഈ സ്വാദു എനിക്കും നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എന്റെ ദുആ ഞാനും ഉൾപ്പെടുത്താം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ദുആ ചെയ്യാൻ പറ്റിയ നല്ലൊരു മാസമാണ് പരിശുദ്ധമായ റമദാൻ ഷരീഫ്. ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഈ സമയത്ത് സഹോദരന്മാരെ, കേൾക്കുന്ന ആളുകളോട്, നിങ്ങളോട് ഒരു ദുആ കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. എന്താണെന്നറിയും, എനിക്ക് 2 സഹോദരിമാരുണ്ട്. ഒന്നിന് 22 വയസ്സ്, മറ്റൊന്നിന് 24 വയസ്സ്. ഇത്രയും പ്രായമായ 2 സഹോദരിമാരാണ് എന്റെ വീട്ടിലുള്ളത്. അവർക്ക് ഒരുപാട് വർഷങ്ങളായി നമ്മൾ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ശരിയാവാതെ കഷ്ടപ്പെട്ടുകൊണ്ട്, ആദ്യകാലങ്ങളിലൊക്കെ ഉപ്പക്ക് തീരെ ഒന്നും കഴിയാത്തത് കൊണ്ട് ഇനി കല്യാണം ഉറപ്പിച്ചാൽ എന്ത് ചെയ്യും എന്നൊരു മുന്നിലൊന്നും കാണാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളൊക്കെ അല്പം പ്രായമായപ്പോൾ ആരെങ്കിലും കടം ചോദിച്ചാലെങ്കിലും കിട്ടുമെന്നൊരു പ്രായത്തിലെത്തിയെങ്കിലും കല്യാണങ്ങളൊന്നും ശരിയായിട്ടില്ല. അതേ സമയത്ത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് എന്റെ 2ാമത്തെ സഹോദരിക്ക് ഒരു വിവാഹം ശരിയായിട്ടുണ്ട്. ഇപ്പം ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ അവര് വന്നു, ഒന്ന് നോക്കിയെല്ലാം പോയി റെഡിയാണ്. ഇനി അതിന്റെ നിശ്ചയവും മറ്റു കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. 2ാമത്തെ സഹോദരിക്ക് ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ശരിയായപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് മുന്നിലൊന്നും കാണുന്നില്ലെങ്കിൽ കൂടി അതിനേക്കാൾ ഉപരിയായി 2ാമത്തെ ഏറ്റവും മൂത്ത സഹോദരിക്ക് ആവാത്തിന്റെ ടെൻഷൻ വേറെയും മനസ്സിലുണ്ട്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. 2 പേർക്കും നല്ല മംഗള ഭാഗ്യമുണ്ടാവാനും, അതേപോലെ തന്നെ ആരുടെ മുമ്പിൽ കൈനീട്ടാത്ത രൂപത്തിൽ, ഒരു വഷളാവാത്ത രൂപത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടാൻ വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. കൂടുതൽ സമയം അവർ തന്നിട്ടില്ല. അവർ തന്നത് അടുത്ത ശവ്വാൽ മാസത്തിൽ തന്നെ കഴിച്ചു കൊടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഇത് കഴിച്ചു കൊടുക്കാതെ നമ്മൾ നീട്ടിയിട്ടതുകൊണ്ട് നമ്മളെ കൂടുതലൊന്നും പിരിയാനില്ല. ഇനി വേഗം കഴിച്ചു കൊടുത്താൽ നമ്മളത് കൂടുതൽ കൊടുക്കാനുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് നിങ്ങളുടെ ദുആയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. പരിശുദ്ധമായ റമദാൻ ഷരീഫാണ്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരാൻ വേണ്ടി നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, ഞാൻ ഇങ്ങനെ നിങ്ങളോട് ദുആ ചെയ്യാൻ പറയല്ല, പക്ഷേ ഇത് പറയേണ്ട ഒരു ഘട്ടം വന്നതുകൊണ്ട് പറയുന്നു. മനസ്സറിഞ്ഞ് നിങ്ങളൊന്ന് ദുആ ചെയ്യുക, എല്ലാം ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഭംഗിയാക്കി തെരുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റമദാൻ ഷരീഫ് ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ ഷരീഫ്. അതും ആ റമദാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ റമദാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ കാണാം, അവൻ ചെയ്ത ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന മാസമാണ്. ചെയ്തുപോയ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുന്ന മാസമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഉപ്പമാരെ, എല്ലാവരും ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കുക. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് മോശത്തരങ്ങൾ, വേണ്ടാതരങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഇതിലൊക്കെ റബ്ബിനോട് നല്ലപോലെ കേണ് പറയുക, പടച്ചവനെ, ഞാൻ ഇന്നാലിന്റെ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം റഹ്മാനെ, നാളേക്ക് നീ ഒന്നും ബാക്കി വെക്കല്ല. എനിക്ക് നിന്റെ അടുക്കൽ നിന്റെ ഔദാര്യം കൊണ്ട് നല്ല രൂപത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് കഴിയണം. എന്റെ ദോഷങ്ങൾ, ഇന്നാലിന്റെ ദോഷമൊക്കെ ഞങ്ങൾ ചെയ്തൊക്കെ പൊറുക്കണം റഹ്മാനെ എന്ന് പറഞ്ഞിട്ട് നല്ല പോലെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. നമ്മളൊക്കെ ദുആ ചെയ്യുക. മറ്റൊരുത്തൻ കാണാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേണ്ട, മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി.
യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ സ്വന്തം പോരാ, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം കൂടി നിങ്ങൾ നോക്കണം, നരകത്തിൽ രക്ഷപ്പെടുത്തണം. അപ്പൊ നമ്മളും നമ്മളോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഈ പാവിയ ഞാനും ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടേക്കാം. ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങളും അതിന്റെ കൂട്ടത്തിൽപ്പെട്ടേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദുആ നമ്മൾ ഉണ്ടാവുക, ദോഷങ്ങളെ പൊറുപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാഫ് നൽകുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇർഷാദിൽ നോക്കിയാൽ കാണാം ഇത്രയും കാര്യങ്ങളൊക്കെ നോമ്പ് കാലത്തിലുള്ള പ്രത്യേകതയാണ് എന്ന് ഇർഷാദിന്റെ 69-ാം പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോമ്പുകാരനിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നോട്ടം എപ്പോഴും ഉണ്ടാകുന്ന മാസമാണ്. ഈ മാസം ദുആ ചെയ്യാൻ പറ്റിയ മാസമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. എപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം, പ്രത്യേകിച്ച് 1-ാമത്തെ 10 അതല്ലേ നമ്മൾ ദുആ ചെയ്ത അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. 1-ാമത്തെ 10 ദുആ ചെയ്യേണ്ട മാസം അതാണ്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. കരുണാവാരിധിയായ കരുണ ചെയ്യുന്ന റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ കരുണ ചെയ്യണേ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നിസ്കാരശേഷങ്ങളിലും അല്ലാതെ, നിസ്കാരശേഷം പ്രത്യേകിച്ചും അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, കരുണ ചെയ്യുന്നവനായ അധികരിച്ച് എല്ലാവർക്കും കരുണ ചെയ്യുന്ന റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മാസമാണ്. കാരുണ്യത്തിന്റെ 10-ലും കൂടിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ ദുആ ചെയ്യുക റബ്ബിനോട്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കാണാം നോമ്പുകാരന്റെ. മറ്റൊരു പ്രത്യേകതയാണ് നോമ്പ് നോറ്റ ആളുടെ വായയുടെ വാസന അള്ളാഹുവിന് കസ്തൂരിയേക്കാൾ ഇഷ്ടപ്പെട്ട വാസനയാണ്. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാസന നോമ്പുകാരന്റെ വാസനയാണ്. ചില പ്രായം ചെന്ന പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ വായ കുപ്പിളിക്കാതെ നോമ്പ് തുറന്നോ ഏറ്റവും നല്ലതാണ്. പ്രായം ചെന്ന ആലിമുകളൊക്കെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. നോമ്പ് തുറക്കുന്ന സമയത്ത് കൈ രണ്ടും കഴുകിയിട്ട് നിങ്ങൾ ആ വായ കുപ്പിളിക്കാതെ നിങ്ങൾ നോമ്പ് തുറന്നോ. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് ആ കാരക്കയോട് കൂടെ എന്ത് ചൊല്ലണം, ഈ തുപ്പുനീരും കൂടെ ഉള്ളിലേക്ക് എത്തിക്കൊള്ളട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാസനയല്ലേ അത്. എപ്പോഴും ഇങ്ങനെ ഈ രൂപത്തിലാക്കി നടക്കണ്ട എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ആ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന് കസ്തൂരിയേക്കാൾ വാസന ഏതാണ്? ഈ നോമ്പുകാരന്റെ വാസനയാണ്, നോമ്പുകാരന്റെ വായുടെ വാസനയാണ്. ആ വാസന ലഭിക്കണം. അതിനുവേണ്ടി നമ്മളൊക്കെ തയ്യാറായി നോമ്പ് അനുഷ്ഠിക്കണം. എല്ലാവരും നോമ്പ് നിൽക്കാൻ വേണ്ടി കൽപ്പിക്കണം. അതേപോലെ തന്നെ സഹോദരിമാരെ കേൾക്കുന്നത് അവരോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കള്, ആ മക്കളെ മുഴുവനും നിങ്ങൾ അത്താഴ സമയത്ത് വിളിച്ചുണർത്തണം. അവൻ നോമ്പ് നോൽക്കണ്ട എന്ന് നിങ്ങൾ വിചാരിക്കണം. നോമ്പെല്ലാവരും നോൽക്കട്ടെ, എല്ലാവരും നോമ്പ് നോൽക്കട്ടെ. എത്തിക്കാൻ പറ്റുന്നവർക്ക് എത്തിച്ചോട്ടെ. 10 മണി വരെ നോറ്റോട്ടെ, അവനവിടെ നിർത്തിക്കോട്ടെ. 11 ആണോ അവിടെ നിർത്തിക്കോട്ടെ. പക്ഷെ എല്ലാവരെയും അത്താഴ സമയത്ത് വിളിച്ചുകൊടുത്ത് ഭക്ഷണം ഒപ്പം കൊടുക്കുക. വേറൊരു ഗുണം കൂടി അതിലുണ്ട്. നേരം വെളുത്ത ഉടനെ പത്തിരിയും ചായ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രാത്രി അത്താഴ സമയത്ത് എണീറ്റ് ഭക്ഷണം മക്കൾക്കൊക്കെ കൊടുത്താൽ കുറെ ഗുണം കിട്ടും. നിങ്ങൾക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുകയോ ദിക്ർ ചൊല്ലുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഈ സമയത്ത് കുട്ടികൾ എണീറ്റുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കൂല. അതിങ്ങനത്തെ ഒരു മെച്ചം കൂടി നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഈ തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക്ക എന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അത്താഴം കഴിച്ചോളി, അതിൽ ബർക്കത്തുണ്ടെന്ന് പറഞ്ഞത് അത്താഴത്തിന്റെ ബർക്കത്ത് മാത്രമല്ല, സമയത്തിന്റെ ബർക്കത്തും കൂടിയാണെന്ന. റമദാൻ മാസത്തിൽ അത്താഴ സമയത്തുള്ള ആ സമയത്തിനൊരു ബർക്കത്തുണ്ട്. ആ സമയത്ത് ഉണർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കല്ല, അതിനൊരു ബർക്കത്താണ്. ആ ബർക്കത്ത് നമ്മുടെ മക്കൾക്ക് കിട്ടണം. അപ്പൊ ആ ഉദ്ദേശം വെച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് എല്ലാ മക്കളെയും ഒന്ന് വിളിച്ചുണർത്തുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക, എല്ലാവർക്കും കൊടുക്കുക, ഭക്ഷണം ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞവർ കിടന്നുറങ്ങിക്കോട്ടെ, വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുട്ടികളല്ലേ. എല്ലാവർക്കും നിയ്യത്തും വെച്ചു കൊടുക്കുക. എല്ലാവരും നോമ്പ് നോൽക്കട്ടെ. എത്താൻ പറ്റുന്നവർ, അതിന് കഴിവുള്ള ആളുകൾ എത്തിച്ചോട്ടെ. എല്ലായിടത്തും എത്തിക്കണമെന്നില്ല, ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ 1-2 വർഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. 3-ാമത്തെ വർഷം മുഴുവൻ നോമ്പ് നോറ്റിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സിലൊക്കെ 1-2 കുട്ടികളുണ്ട്. 6 വയസ്സായ കുട്ടി, 7 വയസ്സായ കുട്ടി, കഴിഞ്ഞ മാസത്തെ 29 നോമ്പ് നോറ്റ കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ കാണുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതം തോന്നിപ്പോകും. ചെറുപ്രായത്തിൽ തന്നെ നോമ്പ് നോറ്റ് ശീലിച്ച കുട്ടികൾ. ഒരു രക്ഷ പറഞ്ഞു 4 വയസ്സാകുമ്പോൾ തന്നെ ഓനോ 1-2 നോമ്പ് നോറ്റിട്ടുണ്ട്. രക്ഷാവ് നോമ്പ് വെൽക്കുന്നതാകുമ്പോൾ കുട്ടി നോമ്പ് നോറ്റ് പഠിച്ചു. അങ്ങനത്തെ കുറെ കുട്ടികൾ, നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ ആക്കി തെരുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നോമ്പ് നോൽക്കുക, നോമ്പ് നോൽക്കാൻ വേണ്ടി എല്ലാം പരിശ്രമിക്കുക. കുട്ടികളൊക്കെ നോമ്പ് നോൽപ്പിക്കുക, ആ സമയത്ത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
മാത്രമല്ല റമദാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത കാണാം. തർഹീബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. നോമ്പുകാർക്കായി സ്വർഗത്തിനെ അല്ലാഹു തആല ഭംഗിയാക്കി വെക്കുന്നതാണ്. ഒരു സ്വർഗത്തിനെ അല്ലാഹു തആല റയ്യാൻ എന്ന വാതിലൂടെ കടന്നു ചെല്ലുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗവാതിലിന്റെ പേരാണ് റയ്യാൻ. കടന്നു ചെന്നിട്ട് ആ സ്വർഗത്തിനെ അല്ലാഹു തആല ഭംഗിയാക്കി വെക്കും. എന്തിനു വേണ്ടിയാ? ഈ റമദാൻ, പരിശുദ്ധമായ റമദാൻ ഷരീഫ് വരികയും അതിൽ നോമ്പ് നോൽക്കുകയും അവന്റെ ശരീരത്തിനെയും മനസ്സിനൊക്കെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഏരിയ തന്നെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടാകും. നല്ല ഭംഗിയാക്കി വെക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ടും നമ്മൾ പ്രത്യേകം ഈ മാസത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ നമ്മളൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. എല്ലാവരും നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോമ്പ് നോൽക്കൽ നിർബന്ധമുള്ള ആളുകൾ മാത്രം നോറ്റാൽ മതി, അല്ലാത്തവർ നോൽക്കണമെന്നില്ല. നോമ്പ് നോൽക്കൽ നിർബന്ധമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തവരെല്ലാവരും നോമ്പ് നോൽക്കണമെന്നില്ല. നിർബന്ധമുള്ള ആളുകളൊക്കെ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആർക്കൊക്കെയാണ് നിർബന്ധമുള്ളത്? ഒന്ന്, മുസ്ലിം ആവണം. ഒന്നാമത്തെ നിബന്ധന അതാ, മുസ്ലിം ആവണം. മുസ്ലിങ്ങൊക്കെ നോമ്പ് നോൽക്കേണ്ടതുള്ളൂ. മുസ്ലിം അല്ലാത്ത ആളപ്പം നോമ്പ് നോൽക്കേണ്ടതില്ല. അവന് നോമ്പിന്റെ നിർബന്ധം അവനിലേക്കില്ല. മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധമുള്ളത്. രണ്ടാമത്തെ ഒരു നിബന്ധന, അവന്റെ പ്രായപൂർത്തിയാവണം. അവനെ നോമ്പ് നിർബന്ധമുള്ളൂ. അപ്പൊ കുട്ടി നോമ്പ് നോറ്റാലോ? പ്രായപൂർത്തിയാകലേ നിർബന്ധമുള്ളൂ എന്ന് പറയുമ്പോൾ കുട്ടി നോമ്പ് നോറ്റാലോ? കുട്ടി നോമ്പ് നോറ്റാൽ ആ കുട്ടിക്ക് അതിന് കൂലി കിട്ടും. കുട്ടി നോമ്പ് നോറ്റാൽ കുട്ടീന്റെ നോമ്പ് സഹിയാണ്. മാത്രമല്ല 7 വയസ്സായാൽ കുട്ടിയോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കണമെന്നും 10 വയസ്സായാൽ നോമ്പ് അനുഷ്ഠിക്കാത്തതിന്റെ പേരിൽ അടിക്കണമെന്നുമാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് ബുജൈരിബിലൊക്കെ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ നോമ്പ് നോറ്റാൽ നോമ്പ് സഹിയാകും. പക്ഷെ നിർബന്ധം എപ്പോഴേ ഉള്ളൂ? പ്രായം പൂർത്തിയായതിനു ശേഷം മാത്രമേ നിർബന്ധമുള്ളൂ. അതേപോലെ തന്നെ ഇനി മുസ്ലിമിന് നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞ മുനാഫിക്കായൊരു മനുഷ്യൻ, അവനെന്തില്ല നോമ്പ് നോൽക്കേണ്ടതില്ല. അവന് മുസ്ലിമായി കഴിഞ്ഞാലേ അവന് നോമ്പുള്ളൂ. ജന്മനാ കാഫറായ ഒരു മനുഷ്യനാവണമെങ്കിലോ അവൻ കാഫറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നോമ്പ് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. അവൻ ഇസ്ലാമിലേക്ക് വന്നാൽ ഈ ഇതുവരെ നോമ്പ് നോൽക്കാത്ത നോമ്പ് ഖളാ വിടണോ? അതിന്റെ ആവശ്യവുമില്ല. വീട്ടിയാൽ അത് സഹിയുമല്ല, അതാണ് വിഷയം. ഇനി അവന് അമുസ്ലിമായ സമയത്ത് അവൻ നോമ്പ് അവന് നിർബന്ധമില്ലാത്തതുകൊണ്ട് ആ സമയത്ത് നോമ്പ് ഇവന് മുസ്ലിമായ ശേഷം നോമ്പ് ഖളാ വീട്ടിയെന്ന് വിചാരിക്കുക, എന്നാൽ അത് സഹിയാകുന്നതുമല്ല എന്നാണ്. അതേ സമയത്ത് ഇടക്കാലത്ത് ഒരുത്തൻ ഇസ്ലാമിൽ അങ്ങോട്ട് പുറത്തുപോയി, അവന് പറയുന്ന പേരാണ് മുർത്തദ് എന്ന്. ഈ മുർത്തദായ ഒരു മനുഷ്യൻ അവൻ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാലോ ഇതുവരെ മുർത്തദായ സമയത്ത് അവൻ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ ഖളാ വീട്ടേണ്ടതാണ്. ജന്മനാ കാഫറായ മനുഷ്യൻ നോമ്പ് ഖളാ വീട്ടണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? അവൻ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. അവിടെയാണ് ഒരു മസല നമ്മൾ ശ്രദ്ധിക്കേണ്ട. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാത്ത അമുസ്ലിമായ മനുഷ്യന് ഭക്ഷണം നൽകാൻ പറ്റുമോ? നോമ്പ് നോൽക്കാത്ത വീട്ടിലുള്ളവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. ഈ നോമ്പ് നോൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് അനാവശ്യമായ നോമ്പ് വീഴ്ചയുടെ ഭക്ഷണം എന്തായാലും കൊടുക്കാൻ പാടില്ല. എന്നാൽ അമുസ്ലിമായ മനുഷ്യൻ നോമ്പ് നിർബന്ധമില്ലല്ലോ. നോമ്പ് നിർബന്ധമില്ലല്ലോ. ഇങ്ങനത്തെ അമുസ്ലിമായ മനുഷ്യൻ നോമ്പ് വീട്ടിൽ നമ്മൾ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ? അങ്ങനെ ചിലപ്പോൾ സംശയം ചോദിച്ചേക്കാം. കാരണം റമദാൻ മാസമായാൽ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി കൂലിപ്പണിക്ക് വിളിക്കുന്നതൊക്കെ അമുസ്ലിങ്ങളെയാണ്. അമുസ്ലിങ്ങളെയാണ് കൂലിപ്പണിക്ക് വേണ്ടി വിളിക്കാറുള്ളത്. കാരണം അവർക്ക് ഭക്ഷണം കൊടുത്താലും കുഴപ്പമില്ലല്ലോ, കാരണം അവർക്ക് നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകളല്ലേ എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ അതാ നാളെ മുതൽ എന്റെ വീട്ടിലും പണിക്ക് ആൾ വരുന്നുണ്ട്, എന്റെ വീട്ടിലും നാളെ മുതൽ പണി നടക്കുന്നുണ്ട്. വീട്ടുപണി പെട്ടെന്ന് അതും ശരിയാക്കണം, ഒരു ഭാഗമെങ്കിലും അതും ശരിയാക്കി എടുക്കണം. കാരണം റമദാൻ കഴിയുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ വിവാഹക്കാര്യം ഏകദേശം ആ സമയത്ത് നടക്കണം. അതോടുകൂടി നിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത് മറ്റേ സഹോദരിക്ക് മുന്ന് കിട്ടാൻ വേണ്ടിയാണ്. അത് രണ്ടും ഭംഗിയായ രൂപത്തിൽ നടന്നു കിട്ടുകയും വേണം, ഒരു കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം പെട്ടെന്ന് ഇപ്പം റമദാൻ മാസം നോക്കിക്കാൻ നേരമില്ല. എങ്ങനെയെങ്കിലും ആളുകളെ വിളിച്ച് അല്പമെങ്കിലും ഒരു ജോലി ഒരു ഏകദേശ രൂപത്തിൽ നമ്മളെ വീടാക്കി മാറ്റിയെടുക്കണം. അപ്പൊ റമദാൻ മാസം നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? കാരണം വേറൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അവിടെ കൊടുക്കാൻ പാടില്ല എന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റമദാൻ മാസത്തിന്റെ പകലിൽ ഒരു ഭക്ഷണവും ഒരു മുസ്ലിമായ മനുഷ്യന് കൊടുക്കാൻ പാടില്ല. കാരണം അത് ദോഷത്തിനുള്ളൊരു സഹായിക്കലാണ് എന്ന് ബുജൈരി രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് നോമ്പ് കാലത്ത് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമ്മൾ പാടില്ല. പിന്നെ നമ്മൾ വിളിച്ചാൽ ചെയ്യും, ഒരു നേരിട്ട് പറയണം, ഭക്ഷണം നമ്മൾ തരൂല കേട്ടോ, ഭക്ഷണത്തിന് പൈസ തരാം.
ഭക്ഷണം നിങ്ങൾ എവിടെന്നെങ്കിലും കഴിച്ചോ, ഭക്ഷണം ഞങ്ങൾ തരൂല, പണി ഞങ്ങൾക്ക് എടുത്തു തരണം, അത് ഭക്ഷണത്തിന് പണം ഞങ്ങൾ തരാം, അതിന് കുഴപ്പമില്ല. വീട്ടിലേക്ക് വിളിച്ചിരുത്തി ഭക്ഷണം ആരും കൊടുക്കണ്ട, ഇനി അങ്ങനെ തരികട കാണിച്ചാലും നിൽക്കുകയും വേണ്ട. പണിക്കാരെ വിളിക്കുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഒരു നിബന്ധന എന്താണ്? നോമ്പ് നിർബന്ധമാവുള്ള മറ്റൊരു നിബന്ധന ബുദ്ധിയുള്ളവനാവണം എന്നാ. ബുദ്ധി വേണം. അപ്പൊ ലഹരി ബാധിച്ച ഒരാൾക്ക് നോമ്പ് നിർബന്ധമില്ല. ഒരു ഭ്രാന്തന്, അവന് സ്വമേധ ബുദ്ധി ഇല്ലാത്ത ഒരാളാണ്, എന്നാൽ അവന് നോമ്പ് നിർബന്ധമുണ്ടോ? അവന് നോമ്പ് നിർബന്ധമില്ല. അതേപോലെ തന്നെ അവന് സ്വയം അവന്റെ കാരണം കൊണ്ടല്ലാതെ ഒരാൾ ലഹരി ബാധിച്ചു, അവന് മസ്തായിപ്പോയി, അവൻ വെള്ളമാണ് വിചാരിച്ച് കുടിച്ചത് വേറെന്തോ ആയിപ്പോയി, അവൻ അറിയാതെ കുടിച്ചു പോയതാണ്, അങ്ങനെയാണോ അവൻ ലഹരി ബാധിച്ചത്, എന്നാൽ അവൻ നോമ്പ് നിർബന്ധമില്ല. എന്നാൽ അതേ സമയത്ത് ഇവൻ തന്നെ എന്തെങ്കിലും കുടിച്ചവൻ അറിഞ്ഞുകൊണ്ട് കുടിച്ച് ബോധം നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ ഇവൻ കുറ്റക്കാരനാവുകയും ചെയ്യും. ആ നോമ്പ് ഖളാ വീട്ടേണ്ടതുമാണ്. അതാണ് ഇവിടെ ബുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ബുദ്ധിയുടെ ഒരു വിഷയം പറയുകയാണെങ്കിൽ, ഒരുത്തൻ സുബഹി നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് പോവുകയാണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവൻ പള്ളിയിലേക്ക് പോയി. ആ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഇവനെ തല പോസ്റ്റിലിടിച്ച് ഇവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഇവൻ സ്വന്തമായി ഇവന് ബുദ്ധി ഇല്ലാതായിപ്പോയി. ഇവനന്ന് ബുദ്ധിയില്ല എങ്കിൽ അവന് നോമ്പിന്റെ ആവശ്യമില്ല. അതേ സമയത്ത് ഇവൻ അതിനുള്ള കാരണങ്ങൾ ഇവന്റെ കാരണം ഉണ്ടാക്കിയതാണ്, അങ്ങനെ അവന് ബുദ്ധി നഷ്ടപ്പെട്ടു പോയതാണ്, എന്നാൽ ഇവൻ നോമ്പ് ഖളാ വീട്ടേണ്ടതുമാണ്. അപ്പൊ ഈ ബുദ്ധി ഉണ്ടാവുക എന്നത് നോമ്പിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. പിന്നെ ബാഹ്യമായും ശർഈയായ രൂപത്തിലും നോമ്പിന് സാധിക്കുന്നവനാവണം. ബാഹ്യമായും ശർഈയായും നോമ്പിന് സാധിക്കുന്നവനാവണം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബാഹ്യമായി സാധിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുണ്ടാവണം, ആരോഗ്യപരമായി കഴിയുന്ന ആളായിരിക്കണം. കുറേ പ്രായത്തി നോമ്പിനൊന്നും കഴിയാത്ത ഒരാള്, അയാൾ നോമ്പ് നോൽക്കേണ്ട നിർബന്ധമില്ല, അയാൾക്ക് നോമ്പില്ല, പ്രായം കൊണ്ടാണ് നോമ്പ് നോൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ രോഗം മാറുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാത്ത രോഗിയാണ്, രോഗം മാറുമെന്ന് യാതൊരു പ്രതീക്ഷയും അയാൾക്കില്ല, അങ്ങനത്തെ രോഗിയും നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. പക്ഷേ ഇവർ രണ്ടുപേരും എന്തു ചെയ്യണം? ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് വീതം ഭക്ഷണം നൽകാൻ വേണ്ടി ശ്രമിക്കണം, ഭക്ഷണം അവർ കൊടുക്കണം. അപ്പൊ ഓരോ നോമ്പിനും ഓരോ ഭക്ഷണം നോൽക്കേണ്ടതാണ്. അമുസ്ലിമായ ജോലിക്കാരന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത്. അതന്നെ മുസ്ലിങ്ങളതല്ല, മുസ്ലിങ്ങൾക്ക് തീരെ പാടില്ല. അമുസ്ലിമായൊരു ജോലിക്കാർ തന്നെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മുസ്ലിമിനെ കുറിച്ചല്ല. മുസ്ലിം എന്തായാലും പറ്റില്ലല്ലോ. അമുസ്ലിമായ മനുഷ്യന് തന്നെ നോമ്പുകാലത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അതാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞെന്താണ്? നമ്മൾ നോമ്പ് നോൽക്കാൻ കഴിയാത്ത കുറെ പ്രായമുള്ള ഒരാൾക്ക് തീരെ നോമ്പ് നിൽക്കാൻ കഴിയില്ല. അയാൾ നോമ്പിനെ പ്രതീക്ഷിച്ച് കാത്തുക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഓരോ ദിവസവും നോമ്പിന് മുദ്ദ അരി ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി ഒരാൾക്ക് രോഗം മാറുമെന്ന് യാതൊരു പ്രതീക്ഷയും അയാൾക്കില്ല, ഒരു പ്രതീക്ഷയും അയാൾക്കില്ല. അയാൾക്ക് രോഗം വലിയ കണിശമായ രോഗമാണ്, മാറുമെന്ന് പ്രതീക്ഷ അയാൾക്കില്ലെങ്കിൽ അയാളും എന്ത് ചെയ്യണം? ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് ഇങ്ങനെ അരി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ അരി കൊടുത്തുകൊടുത്ത് യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു രോഗിയാണ്, മാറുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു, മാറൂല, അത്രയും പ്രയാസം, ഈ കോമ സ്റ്റേജ് ഇങ്ങനെ കെടുക്കാന്ന് പറഞ്ഞു. എന്നാൽ നോമ്പുകാലം കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസം കൊണ്ട് ആഴപ്പോഴേക്ക് ഇയാൾ അങ്ങോട്ട് എണീറ്റു, ഇയാൾക്കൊരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഈ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? രോഗം മാറുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രോഗി ആ സമയത്താണ് ഇയാൾ എന്ത് ചെയ്തത്? നോമ്പിന് വേണ്ടി മുദ്ദ അരി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അയാൾക്ക് എന്തോ ഒരു അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് പെട്ടെന്ന് രോഗം അങ്ങോട്ട് മാറി വന്നു, രോഗം മാറി സുഖമായി. ഇങ്ങനെ ഘട്ടം വന്നാൽ അയാൾ നോമ്പ് നോൽക്കേണ്ട, പിന്നെ ഖളാ വീടേണ്ടതുണ്ടോ? ഇല്ല, അയാൾക്ക് പിന്നെ ഖളാ വീടേണ്ട ആവശ്യങ്ങളുമില്ല. കാരണം ഇയാൾക്ക് ആ സമയത്ത് നോമ്പ് നോൽക്കേണ്ട ആളല്ലായിരുന്നു, ഇയാൾക്ക് അരി മുദ്ദ് കൊടുത്താൽ മതി എന്ന ആളായിരുന്നു. ഇപ്പോഴാണ് അയാൾക്ക് രോഗം മാറിയത്, എന്നാൽ അയാൾ അരി പിന്നെ നോമ്പിന്റെ ഖളാ വീടേണ്ടതില്ല. അതേ സമയത്ത് ആ സമയത്ത് റമദാൻ മാസത്തിൽ ഇയാൾക്ക് ഭയങ്കര രോഗങ്ങളൊക്കെയാണ്, ഡോക്ടർമാരത് പിന്നീട് മാറും, 1-2 മാസം കഴിഞ്ഞാൽ മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ അയാൾക്ക് അയാൾ രോഗം മാറിക്കഴിഞ്ഞാൽ ഖളാ വീടുകയാണ് വേണ്ടത്, നോമ്പ് മാറിക്കഴിഞ്ഞാൽ ഖളാ വീട്ടുകയാണ് അയാൾ വേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നോമ്പുമായി വിറ്റപ്പെട്ട വിഷയമുള്ളത്. അപ്പൊ ബാഹ്യമായി സാധിക്കുക എന്ന് പറഞ്ഞതാണ്. ഇനി അതേ സമയത്ത് ശർഈയായി സാധിക്കുക, നോമ്പിന് കൈവുള്ളവനാവുക എന്ന് പറഞ്ഞെന്താണ്? ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ ബാഹ്യമായും ശർഈയായും നോമ്പിന് സാധിക്കുക എന്ന് പറഞ്ഞു. ശർഈയായി സാധിക്കുക എന്ന് പറഞ്ഞത് അത് ഹൈള്, നിഫാസ് പിന്നെ ഉള്ള സമയത്ത് നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
ഇസ്മായിൽ സൈൻ എന്ന് പറഞ്ഞ നമ്മൾ ഉസ്താമാരാണോ? യാള്ള എന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടല്ലേ, 12:10 ഞാൻ വാച്ചിലേക്ക് നോക്കിയിട്ടില്ലായിരുന്നു. ഈ ഇസ്മായിൽ സൈൻ എന്ന ഉസ്താദ്മാരാരാണോ? ക്ലാസ് എടുക്കാൻ വന്ന ആരെങ്കിലാണോ? അടുത്ത ഉസ്താദ് എത്തിയിട്ടില്ലല്ലേ? ഉസ്താദ് ഉണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്ക് വരണം. അടുത്ത ഉസ്താദ് ഉണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്ക് വരണം. ഒന്നാരെങ്കിലും നോക്കിയൊന്ന് വിവരം പറയണേ. അടുത്ത ഉസ്താദ് വന്നിട്ടെങ്കിൽ മുകളിലേക്ക് വരണം. ആരും ഒന്നായിട്ട് കാണുന്നില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ നിർത്തിയാൽ മുകളിൽ വിരിയിക്കും. അപ്പൊ ശർഈയായ രൂപത്തിൽ നോമ്പന് കഴിവുള്ള ആള് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹൈദ് രക്തം പുറപ്പെടുക. സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് ക്ഷീണം ഉണ്ടാകുന്ന കാര്യമാണ്. ഹൈദ് രക്തം പുറപ്പെട്ടാൽ പിന്നെ സ്ത്രീകൾക്ക് നോമ്പെടുക്കാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ്? അത് ശരീരത്തിന് ക്ഷീണമുണ്ടാകും. ഹൈദ് രക്തം പുറപ്പെടുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് പിന്നെ ക്ഷീണമുണ്ടാകും. അപ്പൊ അതോടുകൂടി തന്നെ നോമ്പ് എന്ന് പറയുന്ന മറ്റൊരു ക്ഷീണവുമാണ്. അപ്പൊ രണ്ട് ക്ഷീണം ഒന്നിച്ചു കൂടുന്നത് ഒരു മനുഷ്യന് ശരിയല്ലാത്തത് കൊണ്ടാണ് അവരോട് ആ പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഹൈദുകാരിക്ക് നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കി എന്താണെന്നറിയോ? ചില ആളുകൾക്ക് മനസ്സിലാക്കി അവർക്ക് രക്തം വരുന്നതുകൊണ്ട് അത് ശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇത് എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കണ്ട എന്ന് പറഞ്ഞത്. രണ്ട് ക്ഷീണം ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ്. രണ്ട് ക്ഷീണമാണ്. ഒന്ന് നോമ്പിന് ക്ഷീണം വരും, രണ്ടാമത് രക്തം പുറപ്പെടുന്ന ക്ഷീണവും. ഇങ്ങനെ രണ്ട് ക്ഷീണവും ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് നോമ്പ് നോൽക്കരുത് എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ സാധാരണ ആളുകൾ വിചാരിക്കുന്നത് പോലെ അശുദ്ധിക്കാരിയായി എന്നതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അശുദ്ധിക്കാരി ആയതുകൊണ്ടാണ് നോമ്പ് നോൽക്കരുത് എന്ന് പറയായിരുന്നെങ്കിൽ ബുജേരിയിലൊക്കെ നോക്കിയാൽ കാണാം. അങ്ങനെയാണെങ്കിൽ അശുദ്ധിക്കാരിയായിട്ടാണ് നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞതെങ്കിൽ അശുദ്ധിയുടെ രക്തം മുറിഞ്ഞു കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പായി നോമ്പ് നോൽക്കാൻ പറ്റുമെന്ന് ആരും പറയില്ലല്ലോ എന്നാ. ഇവിടെ നോമ്പുകാരിക്ക് ഒരാൾക്ക് രാത്രി സമയത്ത് രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിക്കണമെന്നില്ലല്ലോ നോമ്പ് നോൽക്കാൻ. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയില്ല. രക്തം മുറിഞ്ഞു കഴിഞ്ഞോ എന്നാൽ പിന്നെ അവർക്ക് നിയ്യത്ത് ചെയ്യാം. പിറ്റേന്ന് രാവിലേക്കുള്ള നിയ്യത്ത് അവർക്ക് ചെയ്യാവുന്നതാണ്. രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുളിക്കണമെന്ന നിർബന്ധമില്ല. നിസ്കാരത്തിനാണ് കുളി നിർബന്ധമുള്ളത്. അതേസമയത്ത് നോമ്പ് നോൽക്കാൻ അതിന്റെ ആവശ്യങ്ങളില്ല. അപ്പൊ ഈ വിഷയമാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അത് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെ നോമ്പിനെ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ ഹൈദ്, നിഫാസ് ഇതാണ് ഈ പറഞ്ഞ ശർഈയായ ആരോഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 4 നിബന്ധനയും ഒരാൾക്ക് ഒത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കേണ്ടതാണ്. ഇതില്ലാത്ത ആൾക്ക് നോമ്പിന്റെ നിർബന്ധവുമില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ നോമ്പ് നോൽക്കാൻ അർഹനാണോ? ഞാൻ നോമ്പ് നോൽക്കാൻ പറ്റിയ ആളാണോ? ആണ് എങ്കിൽ ഞാൻ നോമ്പ് നോൽക്കണ്ടേ? എന്റെ വീട്ടിലുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കണ്ടേ? അവരെന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കാത്തത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത് എന്തുകൊണ്ടാണ് എന്റെ വീട്ടുകാർ നോമ്പ് നോൽക്കാത്തത്? അവർ നോമ്പിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ? നോമ്പിന്റെ പ്രത്യേകത അറിയാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ അവർക്ക് ക്ഷീണം വരുമെന്ന് പറഞ്ഞ് അതിനെ കാത്തു നിൽക്കുകയാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ വീട്ടുകാരൊക്കെ നോമ്പ് നോൽക്കാത്ത ആളുകളുണ്ടെങ്കിൽ നോമ്പിലേക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കണം. അതിങ്ങനെ പ്രചോദനം നൽകാൻ നമ്മളെ നോമ്പ് നോൽക്കാൻ വേണ്ടി അവർ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്. കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ നോമ്പ് നോൽക്കുകയും മറ്റുള്ളവർക്ക് നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും വേണം. എല്ലാ ആളുകളും നോമ്പ് നോൽക്കുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷത്തിൽ ആകെ നമുക്കുള്ളത് 1 മാസം മാത്രമാണ്. ഒറ്റ മാസം മാത്രമാണ് നമുക്കുള്ളത്. ബാക്കി സമയത്തൊന്നും നമുക്ക് നോമ്പില്ല. ഈ സമയത്ത് മാത്രമേ നിർബന്ധമായ നോമ്പുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നിർബന്ധമായ നോമ്പ് നോൽക്കാതെ ഇങ്ങനെ കുത്തിയിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ മക്കളും അത് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നോമ്പ് നോൽക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരതിലേക്ക് നല്ല പോലെ അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഗൾഫിൽ ഫിത്ർ സക്കാത്തിന്റെ ഗൾഫ് കൊടുക്കാൻ പറ്റുമോ? എന്താ ഞാൻ ഗൾഫിലാണ്, എന്റെ ഫിത്ർ സക്കാത്ത് കാശ് കൊടുത്താൽ ശരിയാവുമോ? പറ്റൂല.
ഗൾഫുകാരുടെ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ ചോദിച്ചതിന് ഉത്തരം പറയാം. ഗൾഫിലാണ്, എവിടെയാണെങ്കിലും ശരി, കാശ് കൊടുത്താൽ പറ്റൂല. ആ നാട്ടിൽ ഏതാണോ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണം അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അതെവിടെയാ കൊടുക്കേണ്ടതെന്നല്ലേ? എവിടെയാ കൊടുക്കേണ്ടത്? അത് കൊടുക്കേണ്ടത് ആ സക്കാത്ത് നൽകപ്പെടുന്ന വ്യക്തി ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതേ മഹല്ലിൽ, അതേ സ്ഥലത്ത് തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. ഓരോ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ പിന്നെ ആ പാവപ്പെട്ട ആളുകൾക്കാണ് അത് കൊടുക്കേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല, ആ നാട്ടിൽ തന്നെ കൊടുക്കണം. അപ്പൊ റൂം അങ്ങോട്ടുകൂടി മാറ്റി വെച്ചാൽ മതി. ഗൾഫിലൊക്കെ ആകുമ്പോൾ നമ്മളെ ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികൾ അവരൊക്കെ പ്രവാസികളൊക്കെ പ്രയാസികളാണ്. അപ്പൊ ഇവർ റൂം അങ്ങോട്ടുകൂടി മാറ്റി കൊടുത്താൽ മതി. ഈ റൂമിലത്തെ സക്കാത്ത്, സുഖത്തെ സക്കാത്ത് അടുത്ത റൂമിലേക്ക് കൊണ്ട് കൊടുത്താൽ മതി, അങ്ങോട്ട് കൂടെ ചെയ്താൽ മതി. അത് അവിടെ തന്നെയാണ് കൊടുക്കുന്നത്. നാട്ടിലേക്ക് വിളിച്ചിട്ട് സക്കാത്ത് കൊടുക്കുന്നത് പറയുന്നതല്ല, അതല്ല വേണ്ടത്. പ്രസവിച്ചിട്ട് 2 മാസമായി നോമ്പ് നോൽക്കാൻ പറ്റുമോ? കുട്ടി മുലപ്പാൽ മാത്രം കുടിക്കുന്നു, പ്രസവിച്ച് 2 മാസമായി എന്നുകൊണ്ട് നോമ്പിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കാൻ ആരോഗ്യമുണ്ടോ? നിങ്ങൾക്ക് നോമ്പ് നോൽക്കാം. ഇനിയില്ല, നിങ്ങൾക്ക് ആരോഗ്യമില്ല നോമ്പ് നോൽക്കാൻ, എന്നാൽ നിങ്ങൾ നോമ്പ് നോൽക്കേണ്ട. പക്ഷെ ഖളാ വിടണം. നിങ്ങളുടെ ആവശ്യത്തിന്, പ്രസവിച്ച ഉമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവർക്ക് ഖളാ വീട്ടിയാൽ മതി. അതേ സമയത്ത് കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവര് നോമ്പ് ഖളാ വിടുന്നതോടുകൂടെ ഒരു നോമ്പിന് ഒരു മുദ്ദ് അരിയും കൂടി കൊടുക്കേണ്ടതാണ്. സ്വന്തം ആരോഗ്യ പ്രശ്നമാണെങ്കിൽ അവിടെ അരി കൊടുക്കേണ്ടതില്ല, നോമ്പ് മാത്രം മതി. കുട്ടിക്ക് വേണ്ടിയാണെങ്കിലോ അവിടെ അരി കൊടുക്കുകയും വേണം, നോമ്പ് നോൽക്കുകയും വേണം. ഇതാണ് മസ്അലയുള്ളത്. അപ്പോ നിങ്ങളെ ഇഷ്ടം പോലെയാണ്. പ്രസവിച്ച് 2 മാസമായതോടെ നോമ്പ് നോൽക്കുന്ന പ്രശ്നമില്ല. അവിടെ നിങ്ങളുടെ 2 മാസമായെങ്കിൽ നിഫാസിന്റെ പ്രശ്നവുമില്ല, അതും അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ അശുദ്ധികളൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ആരോഗ്യത്തെ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കാം. ഇനി നിങ്ങൾ നോമ്പ് നോറ്റാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് റമദാൻ മാസം നോമ്പ് നോൽക്കണമെന്നില്ല, പക്ഷേ അടുത്ത റമദാൻ മുമ്പ് നിങ്ങൾ നോറ്റുവിടാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുട്ടിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നോമ്പ് ഖളാ വിടിയാൽ മാത്രം പോരാ, അതിനൊരു മുദ്ദ് അരിയും കൂടെ കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ കടമയുള്ളത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ തൽക്കാലം നിർത്തുന്നു. പള്ളിയിൽ പോകാൻ സമയമായിട്ടുണ്ട്. വാങ്ങിപ്പോ വിളിക്കും. പിന്നെന്താ, അഖീഖ അറുക്കുമ്പോൾ ഇനി ചോദ്യങ്ങളാണ് ചോദിക്കുക, ഇത് മാത്രമേ ചോദിക്കാവൂ, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അഖീഖ അറുക്കുമ്പോൾ 2 വയസ്സുള്ള എന്താ ഈ മംഗ്ലീഷ് കുറച്ച് തിരിയില്ലല്ലോ. അഖീഖ അറുക്കുമ്പോൾ 2 വയസ്സുള്ള മൃഗം ആവണമെന്ന് നിർബന്ധമുണ്ടോ? അത് ഉളുഹിയ്യത്തിന് പറഞ്ഞ എല്ലാ അവസ്ഥയും ഇവിടെ ഉണ്ട്. ഉളുഹിയ്യത്തിന്റെ എല്ലാ നിയമന്റെയും ഇവിടെ വരും. ഉളുഹിയ്യത്തിന് ഏത് മൃഗമാണോ അനുവദനീയമായിട്ടുള്ളത് ആ നിബന്ധന ഇവിടെയുമുണ്ട്. ഉളുഹിയ്യത്തിന് എത്ര വയസ്സാണോ ഓരോ മൃഗത്തിന് പറഞ്ഞിട്ടുള്ളത് ആ അവസ്ഥ ഇവിടെയും ഉണ്ട്. ഉളുഹിയ്യത്തും അഖീഖത്തും ആ വിഷയത്തിലൊക്കെ പല വിഷയത്തിനും യോജിപ്പാണ്, 1-2 വിഷയത്തിൽ യോജിച്ചു. അഖീഖത്തിനെ കുറിച്ചൊക്കെ മുമ്പ് ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ സൈറ്റിലൊക്കെ ഉണ്ട്, സൈറ്റിലൊക്കെ അത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്. അഖീഖത്തിനെ കുറിച്ചും പേരിടുന്നതിനെ കുറിച്ചൊക്കെ നിരന്തരമായി 2-3 മാസം അത് തന്നെ തുടർച്ചയായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. ഈ പറഞ്ഞ് കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ല നിങ്ങൾ പറഞ്ഞതിന് ചോദ്യോത്തരം വരാതിരിക്കാനല്ല. നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഇപ്പോൾ 12:19 ഇവിടുത്തെ സമയമായതുകൊണ്ട് ഇനി 10 മിനിറ്റേ ഉള്ളൂ. നമുക്ക് കുളിച്ചൊരുങ്ങി മാറ്റി പോകാനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ. കാരണം ഒന്നാമത് എനിക്ക് വാപ്പയില്ല, നിങ്ങൾക്കറിയാം, വാപ്പയില്ല. വാപ്പയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഞങ്ങളൊക്കെ തന്നെയാണുള്ളത്. അതുകൊണ്ടും നമ്മളിതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോകുന്ന ടെൻഷനും മനസ്സിലുണ്ട്. അവിടെ സ്ഥാനത്ത് നമ്മൾ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ സഹായ സഹകരണങ്ങളും അള്ളാഹുവിന്റെ പക്കൽ നിന്നുണ്ടാവണം. അതെല്ലാവരും കഴിവിന്റെ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സഹായങ്ങളും നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ വേറെയും നമ്മുടെ ബാബു ഉസ്താദിന്റെ മകളെ കല്യാണം, നമ്മുടെ പാത്തുകുട്ടിയുടെ കല്യാണം, അതും ഈ ആഗസ്റ്റ് മാസത്തിലാണുള്ളത്. അതും ഭംഗിയായി നടക്കേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഇതുപോലത്തെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയുണ്ട്. അതൊക്കെ നല്ല ഉഷാറായിട്ട് ഒരു കടവും ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാം ശരിയായി കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മംഗളമാക്കി തെരുമാറാവട്ടെ.
എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെല്ലാവരും കരകയറ്റി തീരുമാറാവട്ടെ. ഈ റമദാൻ മാസത്തിന്റെ ഹഖ് ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫ് നൽകുമാറാവട്ടെ. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തിലാക്കി തീരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്ന തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.